നേഴ്സസ് ദിനമായിട്ടുള്ള ഇന്ന് എനിക്ക് പെട്ടെന്ന് നേഴ്സസ് ദിനം എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വന്നത് ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയാണ് ടേക്ക് ഓഫ്. അതെ, അതിനകത്ത് കാണുമ്പോഴാണ് ഒരു നേഴ്സ് എന്തുമാത്രം ത്യാഗങ്ങളാണ് ചെയ്യുന്നത്, എത്രമാത്രം ജീവിതങ്ങളാണ് രക്ഷപ്പെടുത്തുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോക്ടർമാർക്ക് എന്നും ഒരു പ്രത്യേക സ്റ്റേറ്റസ് ഉണ്ട്, ഒരു പ്രത്യേക പദവിയുണ്ട്. അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ജോലി ചെയ്യുന്ന ഡോക്ടർമാരെന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ? അതില് ഷഹീദ് എന്ന് പറഞ്ഞ കുഞ്ചാക്കോ ബോബൻ പറയുന്ന ഒരു ദുഃഖകരമായ ഒരു വാർത്തയുണ്ട്. അവിടുത്തെ ഡോക്ടർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ത്യ വിട്ടത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലത്തെ ഒരു സ്ഥലത്ത്, ഇറാഖ് പോലത്തെ സ്ഥലത്ത് വന്ന് ജോലി ചെയ്യേണ്ട ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ കുഞ്ചാക്കോ ബോബൻ പറയുകയാണ്, ബിക്കോസ് ഇന്ത്യയിൽ നമുക്ക് ഇത്ര വിലയില്ല, നാട് വിട്ടാലേ നമുക്ക് വിലയുള്ളൂ, നമ്മൾ ചെയ്യുന്ന ജോലിക്കും വിലയുള്ളൂ എന്ന് അവർ പറയാറുണ്ട്. അതുപോലെ ആ പടത്തിന്റെ ക്യാപ്ഷനും ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ബിക്കോസ് സേവ് 1 ലൈഫ് യു ആർ എ ഹീറോ, സേവ് 100 ലൈഫ്സ് ആൻഡ് യു ആർ എ നഴ്സ്. അങ്ങനെയാണ് അതിന്റെ ഒരു ടാഗ് ലൈൻ തന്നെ. അപ്പോ അതെന്നൊക്കെ അത് വായിക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു രോമാഞ്ചമാണ്. ഒരു നേഴ്സ് എന്ന് പറയുന്നത് എന്തുമാത്രം ജോലികളാണ് ചെയ്യുന്നത്. അവർക്ക് ഷിഫ്റ്റ് സമയമാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള കഠിനമായ ജോലികളാണെങ്കിലും വളരെ ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഓരോ പേഷ്യന്റിന്റെ അടുത്തേക്കും ഒരു നേഴ്സ് വരുന്നത്. എന്തുമാത്രം കാര്യങ്ങളാണ് അവർ ഓർക്കേണ്ടത്. ഒരു ഫ്ലോർ മുഴുവനായിരിക്കും ഒരാളുടെ ചാർജ്. അതിൽ ഓരോരുത്തരും കഴിക്കേണ്ട മരുന്നുകൾ അതേത് സമയത്ത് കഴിക്കണം, അതൊക്കെ അവർ അലാം വെച്ച് അവർ കൃത്യമായി ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ശ്രേഷ്ഠമായ ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ശരിക്കും നമുക്ക് അവരെ നമിക്കേണ്ടതുണ്ട് അല്ലേ വീണ? അതെ, അത് ഏതായാലും അടുത്ത സെഗ്മെന്റിന് ശേഷം തിരികെ വരാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം, ഫെങ് ഷുയിലേക്ക് സ്വാഗതം. ഫെങ് ഷുയിയെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങളും മറ്റും നിവാരണം നൽകുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. ഒരു കത്താണ്, ഞാൻ വായിക്കാം. സാർ, എൻ്റെ പേര് മണി, ഹരിപ്പാട് നിന്നാണ്. സാർ, ഞാനും എൻ്റെ ഹസ്ബൻഡും 15 വർഷമായി കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു മോനുണ്ട്. ഹരിപ്പാട് 5 വർഷത്തിന് മുന്നേ ഒരു വീട് വെച്ചു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിനും കുട്ടിക്കും ഒത്തിരി അസുഖങ്ങളും എൻ്റെ ജോലിയിൽ പ്രതീക്ഷിക്കുന്നത്ര പുരോഗതിയും ഉണ്ടാകുന്നില്ല. കുവൈറ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് താമസം മാറുകയും ചെയ്തു. ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെയും നാട്ടിലെ വീട്ടിൻ്റെയും ലേ ഔട്ട് ഇതോടൊപ്പം വെക്കുന്നു. ഇതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? പല ആൾക്കാരുടെയും ഏറ്റവും വലിയ സംശയങ്ങൾ ഇതാണ്, വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോഴാണോ അസുഖം വരാറൊക്കെയാണ് അവരുടെ ചോദ്യം. കാരണം ഈ എന്താ പറയുക, അതിൻ്റെ ഉള്ള എനർജി ലെവൽ ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരുവിധം ബോധ്യമായി തോന്നുന്നു ഫെങ് ഷുയിയെക്കുറിച്ചൊക്കെ. കാരണം ഈ വീടിൻ്റെ പ്ലാനൊക്കെ നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഫ്ലാറ്റിൻ്റെ പ്ലാന് വരയ്ക്കുമ്പോൾ എൻട്രൻസിൻ്റെ കാര്യം ഒന്ന് വളരെ ശ്രദ്ധിക്കണം. വെറും ഒരു ലേ ഔട്ട് ഇതേപോലെ വരച്ചങ്ങ് വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിൻ്റ് എന്താണോ അതിൻ്റെ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ദോഷം എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയത്തില്ല. നേരത്തെ പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനർജി ലെവൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന പൊസിഷൻ എവിടെയാണോ അതനുസരിച്ച് അതിൻ്റെ അവിടെ നിന്ന് വരുന്ന എനർജി ഏത് ലെവലിലാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ടും പറയാൻ പറ്റത്തുള്ളൂ. എനിവേ, ഇനി ആരെങ്കിലും അങ്ങനെ അയച്ചു തരുമ്പോൾ അതിൻ്റെ എൻട്രൻസിൻ്റെ അലൈൻമെൻറ്റ് എത്ര ഡിഗ്രി ആംഗിൾ ആണ് എന്നും കൂടെ ഒന്ന് അയച്ചു തരാൻ ശ്രദ്ധിക്കണം. വാട്സാപ്പിൽ സെൻഡ് ചെയ്താലും മതി, നമുക്ക് അത് നോക്കാം. എൻ്റെ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്, നോക്കാം. ഇതിനകത്ത് വീടിൻ്റെ ഡയറക്ഷൻ വെസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, നാട്ടിലത്തെ വീടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ വെസ്റ്റ് ഡയറക്ഷനിൽ ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാണുന്നത് നോർത്ത് ഈസ്റ്റ്, അതായത് നമ്മുടെ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ഈശാനുകോൺ ഏറ്റവും ക്ലിയർ ചെയ്ത് നോക്കേണ്ട സ്ഥലമാണ് ഈശാനുകോണും. അതേപോലെ തന്നെ നെറുതി കോണും, അതായത് കന്നിമൂല ഭാഗവും. ഇത് ഈശാനുകോണിലൊരു ടോയ്ലറ്റ് അവിടെ കാണുന്നുണ്ട്. ആ ഒരു ടോയ്ലറ്റിൻ്റെ പ്രശ്നം അതിനകത്ത് വളരെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. കൂടാതെ കിണറിൻ്റെ പൊസിഷനും നെഗറ്റീവായിട്ടാണ് കാണുന്നത്. നോർത്ത് വെസ്റ്റിലാണ് ഇതിൻ്റെ കിണറും വരുന്നത്. സാധാരണ വാസ്തുപ്രകാരം നോർത്ത് വെസ്റ്റിൽ കിണറാവാൻ പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ മനയ്ക്ക് കുറച്ച് ദൂരം, വീടും ഈ കിണറുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വേണം. ഇത് വളരെ ചേർന്നാണ് ആ കിണറിൻ്റെ പൊസിഷനും കാണുന്നത്. അതേപോലെ തന്നെ സൗത്തിൽ സെപ്റ്റിക് ടാങ്കും വരുന്നുണ്ട്. സൗത്തിൽ വരുന്ന സെപ്റ്റിക് ടാങ്ക് നമുക്ക് പ്രശസ്തി, അതായത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിനകത്തുള്ള റിസൾട്ട് വരാത്ത ഒരവസ്ഥയാണ് സൗത്തിൽ. സൗത്ത് എപ്പോഴും നീറ്റായിട്ടിടണമെന്ന് പല എപ്പിസോഡുകളിലും ഞാൻ പറയാറുള്ള കാരണം, ഏതൊരു വ്യക്തിയും അവരവരുടെ ജോബിൽ ഒന്ന് ഉയരാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അവർ ആ ജോബിൽ സക്സസ് ആവണം.
അപ്പോൾ ആ ജോബിൽ സക്സസ് ആവാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥ വരുമ്പോൾ ആ താമസിക്കുന്ന വ്യക്തിയുടെ വീടിൻ്റെ തെക്ക് ഭാഗം നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അവിടെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇത് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഈ സെപ്റ്റിക് ടാങ്കോ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും തെക്ക് ഭാഗത്ത് കൊണ്ടുവന്ന് നമ്മൾ ടോയ്ലറ്റ് വയ്ക്കാറുണ്ട്. ഇവിടെ സെപ്റ്റിക് ടാങ്കാണ് തെക്ക് ഭാഗത്ത് കാണുന്നത്. അതിന് പുറമെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സ്പേസ് വളരെ കുറവാണ്, നല്ലതാണ്. പക്ഷേ അവിടെ എന്തോ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, പൈപ്പിൻ്റെ പോയിൻ്റ് എന്താണെന്നാണ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പൈപ്പ് എന്തെങ്കിലും ആണെങ്കിൽ അത് അവിടെ വയ്ക്കാൻ പാടില്ല. അത് വീടിൻ്റെ അലൈൻമെൻറ്റ് ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. എന്നാലും വെസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പം വെസ്റ്റ് 1-2 ആണെങ്കിൽ പ്രോബ്ലം ഇല്ല, 3 ആണെങ്കിൽ പ്രോബ്ലം വരും. 1-2 ആണെങ്കിൽ ഈ അവരുടെ മാസ്റ്റർ ബെഡ്റൂം ഈ പറയുന്ന 2-5 എന്ന് പറഞ്ഞ കോമ്പിനേഷനാണ്. അസുഖങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത് അല്ലേ, കുട്ടികൾക്കും ഭർത്താവിന് അല്ലേ, ഒരു മോന് ഉണ്ട്. അപ്പോൾ അത് ഈ വീടിൻ്റെ പ്രശ്നമാണ് അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ വീട്ടിൽ ദോഷമായിട്ടുണ്ട്. ഒന്ന്, ഈശാന കോണിലൊരു ടോയ്ലറ്റ് ഉണ്ട്. അതേപോലെ തന്നെ തെക്ക് ഭാഗത്തൊരു സെപ്റ്റിക് ടാങ്ക് ഉണ്ട്. കിണറിൻ്റെ ഭാഗം നോർത്ത് വെസ്റ്റാണ്, അതും പ്രോബ്ലമായിട്ട് കാണുന്നുണ്ട്. ഇത്രയും പ്രോബ്ലങ്ങൾ ഈ വീട്ടിലുണ്ട്. പിന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ബെഡ്റൂമിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അതും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റിൻ്റെ നമുക്ക് നോക്കുമ്പോൾ ഫ്ലാറ്റിൻ്റെ അലൈൻമെൻറ്റ് ഒരാഴ്ച വന്നിട്ടുണ്ട്. 92 ഡിഗ്രി ഈസ്റ്റിലാണ് വന്നിട്ടുള്ള അലൈൻമെൻറ്റ് ഒരാഴ്ച തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ പ്രധാന വാതിലിൽ പ്രശ്നം കാണുന്നുണ്ട്. 2-5 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ ആ ഫ്ലാറ്റിൻ്റെ പ്രധാന വാതിലിൽ കാണുന്നുണ്ട്. അവിടെ വിൻചെയിംസ്, കാരണം ആ ബെഡ്റൂം അല്ലാത്തത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് വിൻചെയിംസ് നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റും. ഒരു 3-4 വിൻചെയിം 6 റോഡിൻ്റെ തന്നെ വേണം. 6 റോഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള വിൻചെയിംസ് ഒരു 3-4 വാങ്ങിച്ചിട്ട് ആ എൻട്രൻസിൻ്റെ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഒരു വ്യത്യാസം അവർക്ക് അനുഭവപ്പെടും. മാത്രമല്ല ആ ബെഡ്റൂമൊക്കെ കുഴപ്പമില്ല, ഒരുവിധം സൂട്ടബിളായിട്ടുള്ള രീതിയിലാണ് ബെഡ്റൂം വന്നിട്ടുള്ളത്. ഫസ്റ്റ് അതിൽ ഫ്ലാറ്റിലുള്ള നമുക്ക് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ബെഡ്റൂമിൽ ബ്ലൂ കളർ സ്കിന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ബ്ലൂ കളർ സ്കിൻ എന്ന് പറയുമ്പോൾ ബെഡ്ഷീറ്റ്, പില്ലോ കവർ, കർട്ടനൊക്കെ ബ്ലൂ ഷെയ്ഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റിൽ കാണുന്നുണ്ട്. സൗത്ത് വെസ്റ്റിലുള്ള ബെഡ്റൂമിൽ റെഡ് ഷെയ്ഡ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതായത് റെഡ് മിക്സ്ഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റോ പില്ലോ കവറോ കർട്ടനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് 9-7 എന്ന് പറഞ്ഞ കോമ്പിനേഷനാണ് നോർത്ത് വെസ്റ്റിലുള്ളത്. അതുകൊണ്ടാണ് ബ്ലൂ ഷെയ്ഡ് ഉപയോഗിക്കാൻ പറയുന്നത്. 4-3 എന്നുള്ള കോമ്പിനേഷനാണ് സൗത്ത് വെസ്റ്റ് വരുന്നത്. അതാണ് ആ ഭാഗത്ത് റെഡ് സ്കിൻ ഓവറായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഫ്ലാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുവിധം ഒരു ആശ്വാസം ഉണ്ടാവും. ഏതായിരുന്നാലും നാട്ടിൽ വരുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കുക. ഞാൻ നിങ്ങളുടെ ഈ വീട് തിരുവല്ലയിലുള്ള സ്ഥലം എവിടെയാണ്, ഹരിപ്പാടുള്ള ഈ വീടൊന്ന് പോയി കറക്റ്റ് ചെയ്ത് ഞാൻ തരാം. ഇനി ഒരു വീട് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പ്രശ്നങ്ങളാവുമ്പോൾ മാത്രമല്ല വീടിനെക്കുറിച്ച് നോക്കേണ്ടത്. ഏതൊരു വീട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അതിന് ഒരു വ്യാഴവട്ടക്കാലം 12 വർഷത്തേക്ക് നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വീട്ടിൽ ബാധിക്കത്തില്ല. ഇനി മരണച്ചുറ്റായിരുന്ന വീടായപ്പോലും അല്ലെങ്കിൽ വാർദ്ധക്യമായിട്ടുള്ള വീടായിരുന്നാൽ പോലും നമുക്ക് ഒരു വ്യാഴവട്ടക്കാലം, ഒരു വ്യാഴം ചുറ്റി വരുന്ന ഒരു 12 വർഷക്കാലം നമുക്ക് വീടിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉറപ്പായിട്ട് ഗ്രഹനാഥൻ ഉൾപ്പെടെ വീട്ടിൽ നിന്ന് വീഴുവാൻ, കാരണം ആ ഗ്രഹനാഥൻ പോലും സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാനും അതേപോലെ തന്നെ തൊഴിലിൽ തടസ്സം ഉണ്ടാകുവാനും, കുട്ടികളുണ്ടെങ്കിൽ വിവാഹത്തിന് പ്രശ്നമുണ്ടാകും, വിവാഹം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കത്ത് വരുവാൻ വരെ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ അതിന് നിങ്ങളുടെ വീട്ടിലുള്ള ഗ്രഹനാഥനോ ഗ്രഹനാഥയ്ക്കോ സൂട്ടബിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വീട് വയ്ക്കേണ്ടത്. ആ വീട് വയ്ക്കുന്നത് വ്യക്തമായിട്ട് വാസ്തു നല്ലവണ്ണം അറിയാവുന്ന ഒരാളെ കൊണ്ട് വേണം അതിൻ്റെ പ്ലാൻ കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം പല എൻജിനീയേഴ്സും നമുക്കിപ്പോൾ ചെയ്യുന്നുണ്ട്, അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. അവർ ഉള്ള സ്ഥലത്ത് ലക്ഷറി ആയിട്ടൊരു വീട് അവർ ചെയ്തു തരും. ഒരു 3 സെൻറ്റ് സ്ഥലവും 4 സെൻറ്റ് സ്ഥലത്തൊക്കെ അളവിൽ അതിന് സൂട്ടബിളായിട്ടുള്ള അളവിലല്ലാത്ത വീടുകളൊക്കെ അവർ ചെയ്യാറുണ്ട്. അതൊക്കെ ആ വീട്ടിൽ ചെന്ന് താമസം തുടങ്ങി കഴിയുമ്പോൾ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ എങ്കിൽ അതിന് സൂട്ടബിളായിട്ടുള്ള പ്ലാൻ സെലക്ട് ചെയ്യുക, അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞങ്ങൾ വീട് ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പം തേജസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പല ആൾക്കാരുടെയും നിർബന്ധം കാരണമാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വ്യക്തമായിട്ടൊരു വീടിൻ്റെ അവരുടെ ഇഷ്ടം അനുസരിച്ച്, ഇപ്പോൾ ഇത്ര സ്ക്വയർ ഫീറ്റുള്ള വീട് ഇത്ര രൂപ എന്നൊന്നും പറഞ്ഞിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്, പൂർണ്ണമായിട്ടും വാസ്തുപ്രകാരം. ഇപ്പം ഒരാൾക്ക് എനിക്ക് ഒരു 10 ലക്ഷം രൂപയേ ഉള്ളൂ, അതിലെനിക്കൊരു വീട് ഇവിടെ തീർത്ത് തരണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വാസ്തുപ്രകാരം അവർക്കുള്ള ക്യാഷിനുള്ളൊരു വീട്, നല്ല രീതിയിലുള്ളൊരു വീട് അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പം 6 വീട് നമ്മളിപ്പോൾ ചെയ്തായിരുന്നു, 6ഓളം വീട് ഞങ്ങളിപ്പോൾ ചെയ്തായിരുന്നു. പൂർണ്ണമായിട്ടും വാസ്തുപ്രകാരം ഉള്ള കറക്റ്റ് അളവ്, അതിനകത്ത് ഒരല്പം പോലും വാസ്തുവിൽ നിന്ന് വിട്ടു നിൽക്കാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള വീടുകൾ ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ വീട് ചെയ്യുമ്പോൾ അറിയാമെന്നുള്ള ഒരാളെ കൊണ്ട് മാത്രമേ വീട് ചെയ്യാൻ പാടുള്ളൂ. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് വിളിക്കുക. നിങ്ങൾ ഡയറക്റ്റ് എന്നെ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമുണ്ട്, ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം. ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും. അവിടെ വന്നാൽ കാണാം. നമസ്കാരം.